മീനാക്ഷിപുരം ഷാപ്പിലാണ് ചുമമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അത് മീനാക്ഷിപുരം ഷാപ്പിൽ മാത്രമല്ല, മറ്റ് 6ഓളം ഷാപ്പുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ഒരു പ്രതിഷേധം നടത്തി. നിങ്ങളിപ്പോഴും പറയുന്ന CPM നേതാക്കളുടെ ഒത്താശയോടുകൂടി തന്നെയാണെന്നോ? അതെ, ഇത് വന്നിട്ട് കപ്പ് സിറപ്പിന്റെ റിസൾട്ട് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അടച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഉള്ള കല്ലുകളൊക്കെ വന്നിട്ട് താള ഒളിച്ചു കഴിഞ്ഞിട്ട് കട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലും അവിടെയും നിറയെ സ്ഥലത്തിൽ വന്നിട്ട് യൂത്ത് കോൺഗ്രസ്മാർ വന്നിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണിത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവർക്ക് വേണം അല്ലേ? ഇത് പാവപ്പെട്ട ജനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ വന്നിട്ട് കപ്പ് സിറപ്പും അത് ഇതൊക്കെ കലക്കാൻ പാടില്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നു, അതിന്റെ റിസൾട്ട് വരുന്നവരെ എല്ലാം അടച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവര് എക്സൈസുകാരൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. എക്സൈസുകാർ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ഗിരി, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഗിരിയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടത് യൂത്ത് കോൺഗ്രസ് അവരുടെ കൊടിയൊക്കെ സ്ഥാപിച്ച് ഇവിടെ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. എന്നാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഷാപ്പ് അടപ്പിച്ചു. ഇനിയുണ്ട് ഷാപ്പുകൾ, മറ്റു ഷാപ്പുകളും സമാനമായ രീതിയിൽ തന്നെ അടയ്ക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എക്സൈസ് എന്തായാലും നാളെ രാവിലെ കേസെടുത്തതിന്റെ തുടർന്ന് മറ്റ് നടപടികളിലേക്ക് എക്സൈസും കടക്കുമെന്ന് എക്സൈസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ വിഷയമാണ്. ബെനാഡ്രിൽ എന്ന ചുമമരുന്നിന്റെ കപ്പ് സിറപ്പിൽ അടങ്ങിയിരിക്കുന്ന രാസസാന്നിധ്യം തന്നെയാണ് ഇതിലെ സാമ്പിളുകളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി അതിന് കൂടുതൽ ശക്തമായ നടപടി വേണമെന്ന് എക്സൈസിനോട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഒരേ സ്വരത്തിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. രാജീവ് സുധേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.